ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലേ. അപ്പോൾ ഇന്ന് അതിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് നമുക്ക് PSCയുടെ ഭാഗത്ത് നിന്നും ലഭിച്ചിരിക്കുന്ന അറിവ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് ഇത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചില സംശയങ്ങളെല്ലാം ഉണ്ടാവും. ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്, അതായത് എത്ര വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇതിന്റെ സാലറി, അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതകൾ, എക്സാം പാറ്റേൺ, ഇങ്ങനെയുള്ള ചില ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യുക എന്നതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ക്വാളിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞു ഏത് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം എന്നൊരു സംശയം ചിലർക്കെങ്കിലും കാണും അല്ലെ. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, അതായത് എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ സാലറി അല്ലെ, അതായത് നമ്മളെല്ലാവരും ഒരു ജോലിക്കൊക്കെ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സാലറി, അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യതകളൊക്കെയാണ് അല്ലെ. അപ്പോ സാലറി എത്രയാണ്, അതുപോലെ തന്നെ ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. അതും നമ്മൾ ഈ സെഷനിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ പ്രീവിയസ് കട്ട് ഓഫ് എത്രയാണ് അല്ലെ, നമ്മൾ എത്ര മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ജോലി ലഭിക്കും, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോൾ പ്രീവിയസ് കട്ട് ഓഫ് എത്രയാണ്, അതായത് നമ്മുടെ പ്രിലിമിനറി എക്സാമിന് അതുപോലെ തന്നെ മെയിൻസ് എക്സാമിനൊക്കെ ഇതിന്റെ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ അഡ്വൈസ് അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് അല്ലെ, അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് അഡ്വൈസ് കുറവാണ് എന്നല്ലേ, അതായത് വലിയ വേക്കൻസീസ് ഒന്നുമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ ഇതിന്റെ അഡ്വൈസ് മനസ്സിലാക്കുക. നമ്മൾ മറ്റു ജോലികളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ അഡ്വൈസ് കുറവായിട്ട് തോന്നുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കൃത്യമായ രീതിയിൽ, ചിട്ടയായ രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ നമ്മൾ ഇതിന്റെ അഡ്വൈസ് എങ്ങനെയാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇതിന്റെ എക്സാം പാറ്റേൺ അല്ലെ, ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം അല്ലെ. അതുപോലെ തന്നെ സിലബസ്, ഇതിന്റെ സിലബസ് എന്താണ്, അതായത് ഇതിന് സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2022 കേട്ടോ. 2022 30/11/2022 നോട്ടിഫിക്കേഷൻ വന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/1/2023 ആയിരുന്നു. അപ്പൊ ഇതിന്റെ കാറ്റഗറി നമ്പർ, കഴിഞ്ഞതിന്റെ കാറ്റഗറി നമ്പർ ഏതാണ്, 486/2022 ആയിരുന്നു ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ്, നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് എന്താണ്, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അല്ലെ, കേരളത്തിലെ യൂണിവേഴ്സിറ്റീസ്, അതായത് MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് അസിസ്റ്റന്റ് ആയിട്ടാണ് ഇതിന്റെ പോസ്റ്റിംഗ് വരുന്നത്. അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് വരുന്നത്, ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് വരും അല്ലെ, അതുപോലെ തന്നെ ക്ലറിക്കൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഡ്യൂട്ടീസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഓർക്കുക ഏതൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫയൽ മാനേജ്മെന്റ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ജോലിയാണ്. ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 39,300 മുതൽ 83,000 വരെയാണ് എന്ന കാര്യം ഓർക്കുക. നമുക്ക് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതില് നമുക്കറിയാം, ഇതില് HRA അതുപോലെ തന്നെ DA എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലെ ഭാഗമാണ്. അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എത്ര വരും എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം കേട്ടോ. അതുപോലെ മറ്റൊന്നാണ് നമ്പർ ഓഫ് വേക്കൻസീസ്. ഇതിന്റെ
ഇനി ഇതിന്റെ നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് അല്ലെ. അത് നമുക്കറിയാം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്നുള്ള കാര്യം അറിയാം. അപ്പൊ നമുക്ക് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ് എന്നുള്ള കാര്യമൊക്കെ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വരുന്ന എന്താണ്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലെ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണ്? നമുക്കറിയാം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ ഇതിന് ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കാം. അതിന് എന്തൊക്കെയാണ്? നമ്മുടെ OBC-യിലുള്ള ആളുകൾക്ക് 3 വർഷവും അതുപോലെ SC/ST കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് 5 വർഷവും ഇതിന്റെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ അല്ലെ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു സംശയം കാണും. ഓർത്തിരിക്കാം, എ ഡിഗ്രി ഇൻ എനി ഫാക്കൽറ്റി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇറ്റ്സ് ഈക്വലന്റ് എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരുന്നത്. അതായത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഓർക്കുക, ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സാലറി അല്ലെ. സാലറി അതായത് സ്കെയിൽ ഓഫ് പേ എത്രയാണ് പറയുന്നത്? 39,300 മുതൽ 83,000 വരെയാണ് ഇത് വരുന്നത്, സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പൊ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നമുക്ക് നോക്കാം. അതായത് ഇതിന്റെ DA വരുന്നത് എത്രയാണ്? ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്നത് 22% കേട്ടോ. 22% ഇത് വരുന്നത്, DA വരുന്നത്. %22 ഇതിന്റെ DA വരുന്നത്. HRA ഡിപ്പെൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റീസ് എന്നാണ് പറയുന്നത്. അതായത് കേരള യൂണിവേഴ്സിറ്റി, കേരള KTU, അതുപോലെ തന്നെ കാലിക്കറ്റ്, കണ്ണൂർ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ എത്രയാണ്? 10% ഇതിന്റെ HRA എന്ന് പറയുന്നത് കേട്ടോ. 10%. അതുപോലെ തന്നെ MG യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എത്രയാണ്? 4% കേട്ടോ വരുന്നത്. MG യൂണിവേഴ്സിറ്റിയിൽ എത്രയാണ്? 4% HRA വരുന്നത്. അപ്പോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ DA നോക്കുമ്പോൾ 39,300ന്റെ 22%. അങ്ങനെ വരുമ്പോൾ 86,046. അതുപോലെ തന്നെ HRA അതായത് 39,300ന്റെ 10%. അപ്പൊ എത്രയാണ്? 3,930 അല്ലെ. അപ്പൊ 39,300ന്റെ 22% 8,646. അതുപോലെ തന്നെ 39,300ന്റെ HRA നോക്കുമ്പോൾ 3,930 വരുന്നത്. അപ്പോ ഇതിൽ നിന്നും നമുക്ക് ഇതിന്റെ PF SLA ഇതൊക്കെ കൂട്ടി കിട്ടുന്നതിൽ നിന്നും ഇതിന്റെ PF SLA ഒക്കെ ഡിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45,000 ആയിരിക്കും കേട്ടോ. എത്രയാണ്? 45,000 ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ DA HRA ഒക്കെ നോക്കി നമുക്ക് കിട്ടുന്ന ആ സംഖ്യ നമ്മുടെ ബേസിക് സാലറിയുമായി കൂട്ടി കിട്ടുന്ന തുകയിൽ നിന്നും അതിന്റെ PF അതുപോലെ തന്നെ SLA ഒക്കെ ഡിഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് എത്രയാണ്? 45,000 രൂപയാണ് അല്ലെ. നമുക്കറിയാം നമ്മളൊരു ജോലിയിൽ കയറുമ്പോൾ തന്നെ ഇത്രയും സാലറി എന്നൊക്കെ പറയുന്നത് തന്നെ
ഇതിന്റെ ഏറ്റവും വലിയൊരു ആകർഷണമാണ് അല്ലെ. അപ്പോൾ 45,000 ആണ് നമ്മുടെ കയ്യിൽ ഡിഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് കിട്ടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താണ്? ഇതിന്റെ പ്രൊമോഷൻ സാധ്യതകൾ അല്ലെ. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു ജോലിയിലൊക്കെ കയറുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാലറിയാണ്. അത് കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്താണ്? പ്രൊമോഷൻ ആണ് അല്ലെ. നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏത് പോസ്റ്റ് വരെ എത്താം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ പ്രൊമോഷനിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മളൊരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് തൊട്ടടുത്ത് തന്നെ പോകാൻ പറ്റുന്ന മറ്റൊരു പോസ്റ്റ് എന്ന് പറയുന്നത് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് ആണ് കേട്ടോ. സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, പിന്നെ പോകാൻ സാധിക്കുന്നത് സെക്ഷൻ ഓഫീസർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഹയർ ഗ്രേഡ്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി രജിസ്ട്രാർ, പിന്നെ ജോയിന്റ് രജിസ്ട്രാർ. അപ്പൊ ഓർക്കുക, നമ്മളൊരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയി കയറി കഴിഞ്ഞാൽ നമുക്കൊരു ജോയിന്റ് രജിസ്ട്രാർ വരെ ആകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നമുക്ക് നിരവധി പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റുമാണ് ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ പ്രിപ്പറേഷൻ തുടങ്ങണതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ കട്ട് ഓഫ് എത്രയാണെന്നാണ് അല്ലെ. ഇതിന്റെ കട്ട് ഓഫ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ എത്തിപ്പെടാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രീവിയസ് കട്ട് ഓഫ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കുക. അതില് ആദ്യം പറയുന്നത് പ്രിലിമിനറി എക്സാം, അതായത് 2 ഘട്ടമായിട്ടാണ് ഇതിന്റെ എക്സാം എന്നുള്ള കാര്യം അറിയാലോ. ഒന്ന് പ്രിലിമിനറി എക്സാം, അതുപോലെ തന്നെ മെയിൻസ് അല്ലെ. അപ്പൊ ഈ പ്രിലിമിനറി എക്സാമിന് കഴിഞ്ഞ തവണ ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50.59 ആയിരുന്നു കേട്ടോ. സോറി, 50.59 ആയിരുന്നു ഈ പ്രിലിമിനറി എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. മെയിൻസ് എക്സാമിന് എത്രയായിരുന്നു? 57 മാർക്കാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുക ഏകദേശം ഒരു 65 മാർക്കൊക്കെ സ്കോർ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ലിസ്റ്റിൽ കടക്കാൻ സാധിക്കും. അപ്പൊ ഓർക്കുക, നല്ല രീതിയിൽ തന്നെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. അതായത് സിലബസ് ഒക്കെ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പൊ ഓർക്കുക, ഒരു 50-57 ഒക്കെ ആയിരുന്നു ഏത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇതിന്റെ അഡ്വൈസ് പോയിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിൽ എത്രയാണ് അഡ്വൈസ് കുറവാണ് എന്ന് പറയൂ അല്ലെ. പക്ഷെ ഓർക്കുക, ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് എന്നാണ് 11/11/2025 അല്ലെ. അതായത് ഈ മാസം, അതായത് 11/11/2025, ഇത് നവംബറിൽ തന്നെയാണ് ഇത് പോയിരിക്കുന്നത്, ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇപ്പോൾ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്? ടോട്ടൽ 300 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓർക്കുക കേട്ടോ, ടോട്ടൽ എത്രയാണ്? 300 അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന കാര്യവും ഓർത്തിരിക്കുക. നമുക്കറിയാം ഡേറ്റ് ഓഫ് എക്സാം എന്നായിരുന്നു 11/3/2024 ഇതിന്റെ റാങ്ക് ലിസ്റ്റ്. അപ്പോ 2027 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. അപ്പോൾ മറ്റു എക്സാമുകളൊക്കെ കഴിഞ്ഞ് ഇതിന്റെ പ്രോസസ് ഒക്കെ കഴിഞ്ഞ് പുതിയൊരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ഓഫ് ഒക്കെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് അഡ്വൈസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അല്ലെ. അപ്പോൾ ഓർക്കുക, ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എത്രയാണ്? 300 ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ മാസവും അതിന്റെ അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ ഇതിനുണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സിലബസ് എങ്ങനെയാണ് അല്ലെ. നമ്മളറിയാം 2 ഘട്ട എക്സാം ആണെന്ന് അറിയാം. ഒന്ന് പ്രിലിമിനറി, അതുപോലെ തന്നെ മെയിൻസ്. അപ്പൊ പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ, കോമൺ പ്രിലിമിനറിയുടെ സിലബസ് തന്നെയാണ്. നമുക്കറിയാം ഹിസ്റ്ററി തന്നെ അറിയാം 3 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി അല്ലെ. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഹോട്ട് ടോപ്പിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക കേട്ടോ. നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതായത് നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോവുക. അതുപോലെ തന്നെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, നമ്മൾ SCERT
ഫാക്ട്സ് ഒക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അത് ഉപകാരപ്പെടും. ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് നല്ല ക്ലിയർ കട്ടായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹിസ്റ്ററി തന്നെ നമ്മൾ പറഞ്ഞു, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജോഗ്രഫിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന്, അതൊക്കെ കാണുക കേട്ടോ. അപ്പോ ജോഗ്രഫി ഉണ്ട്, അതിൽ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, ബേസിക്സ്, അതുപോലെ ഇന്ത്യ, കേരള എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക്സ് കുറച്ച് ടോപ്പിക്സുകൾ ഉള്ളൂ പ്രിലിമിനറി എക്സാമിന്, അത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ സിവിക്സ് ഇമ്പോർട്ടന്റ് ആണ്. സിവിക്സില് കൃത്യമായിട്ട് ടോപ്പിക്കുകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതുപോലെ തന്നെ വരുന്നതാണ് ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയാം അല്ലെ. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു പോവാ കേട്ടോ. ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് പോകുന്നുണ്ട്, അതും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലും വീക്ക്ലി നമ്മൾ കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പൊ ഓർക്കുക, കറണ്ട് അഫയേഴ്സ് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് ഓർക്കുക കേട്ടോ. നമ്മൾ മെയിൻസിലേക്കൊക്കെ കടക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും കറണ്ട് അഫയേഴ്സിനൊക്കെ നല്ല വെയിറ്റേജ് വരുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ പ്രിലിമിനറിയുടെ നോക്കാം. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ബ്ലെൻഡ് ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ ഏരിയയിൽ വരുന്നത് പ്രധാനപ്പെട്ട വ്യക്തികള്, അവാർഡുകള്, ഇവന്റ്സ്, അതൊക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യം കൊടുത്ത് തന്നെ ഈ ഭാഗത്ത് പഠിക്കുക. അതുപോലെ തന്നെ കായികം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സാഹിത്യം, സംസ്കാരം, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇത് ഐ ടി. നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോസ്, സൈബർ ലോസ് ഒക്കെ എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പ്രീവിയസ് ഇയറിൽ കുറെ തവണ ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 2 കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒന്ന് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഡെയിലി എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്ക്ഔട്ട് ചെയ്ത് പോവുക. അതിനുശേഷം അപ്പൊ നമുക്ക് മനസ്സിലാവും റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്കറിയാം 5 മാർക്കുള്ളൂ. അപ്പൊ നമ്മുടെ പ്രിലിമിനറിയിലേക്ക് വരാൻ നേരത്ത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, 5 മാർക്കല്ലേ ഉള്ളൂ എന്നോർത്ത് നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ സാധിക്കില്ല. നല്ല രീതിയിൽ തന്നെ പഠിക്കണം. കാരണം നമുക്കറിയാം ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെ നമ്മൾ പറയാറുണ്ട് മലയാളം, മാത്സ്, ഇംഗ്ലീഷ്, അതെന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണ്. അതായത് എല്ലാ ടോപ്പിക്സും എന്താണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക് കൃത്യമായിട്ട് പഠിക്കുക അങ്ങനെ പറയാൻ സാധിക്കില്ല. എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്യുക, നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എന്ത് ചെയ്യാം, നമ്മൾ കമ്പൽസറി ആയിട്ട് ഡെയിലി അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അത് ഓരോ പാർട്ടായിട്ട്, അതായത് ഓരോ ടോപ്പിക് എടുത്ത് ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക. അങ്ങനെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് നല്ല രീതിയിൽ അതിലൊരു ബേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓർക്കുക, മലയാളം, മാത്സ്, ഇംഗ്ലീഷ് നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് എന്നത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് മെയിൻസിന്റെ സിലബസ് ഒന്ന് മനസ്സിലാക്കാം. അതിന്റെ വെയിറ്റേജ് എങ്ങനെയാണ് എന്ന് നോക്കാം കേട്ടോ. അപ്പോ ഹിസ്റ്ററി, അതായത് ആദ്യം വരുന്നത് ഫസ്റ്റ് പാർട്ട് ജനറൽ നോളജ് ആണ്. അതിൽ തന്നെ വരുന്ന ഏതൊക്കെയാണ്, ഹിസ്റ്ററിക്ക് എത്രയാണ്, 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, അതുപോലെ തന്നെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ സിവിക്സ് അല്ല, നമ്മൾ പറഞ്ഞു പ്രിലിമിനറിയിൽ ഏതായിരുന്നു കിടന്നിരുന്നത്, സിവിക്സ് ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ എന്താണ്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ്, അവിടെ എത്രയാണ്, 5 മാർക്കാണ് പറയുന്നത്.
അതുപോലെ തന്നെ ലൈഫ് സയൻസ് അത് എത്രയാണ് 3 മാർക്ക്. നമ്മൾ സയൻസ് അവിടെ പ്രിലിമിനറിയിൽ എങ്ങനെയായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാണ് കൊടുത്തിരുന്നതെങ്കിൽ നമ്മുടെ മെയിൻസിലേക്ക് വരാൻ നേരത്ത് അത് ഡിവൈഡ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈഫ് സയൻസ് 3 മാർക്ക്, ഫിസിക്സ് 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്. അങ്ങനെ എത്രയാണ് 9 മാർക്കാണ് സയൻസിന് വരുന്നത് കേട്ടോ. 9 മാർക്കാണ് വരുന്നത്. അതുപോലെ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അതിനെത്രയാണ് 5 മാർക്കാണ് വരുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എത്രയാണ് 3 മാർക്കാണ് കേട്ടോ. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്കാണ്. നമ്മൾ പറഞ്ഞു 3 മാർക്കാണ് എന്നോർത്ത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവാ കേട്ടോ. ആ ഏരിയ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്നോർക്കാം. നമുക്ക് ചിലപ്പോൾ 1 മാർക്കിലൊക്കെ ആയിരിക്കും റാങ്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഏരിയക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് അല്ലെ. സ്പെഷ്യൽ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് എക്സെട്ര. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആക്ട്സ്, എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻസ്. ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് ഒക്കെയാണ് ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കമ്മീഷൻസ്. എഡ്യൂക്കേഷണൽ കമ്മീഷൻസിനെ കുറിച്ചൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എത്ര മാർക്കാണ് അതിന്റെ വെയിറ്റേജ്, 13 മാർക്കാണ്. ഓർക്കുക കേട്ടോ, 13 മാർക്കാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ളത് എന്ന കാര്യം മൈൻഡിൽ വെച്ച് തന്നെ പഠിക്കുക. കാരണം എത്രയാണ്, നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ 13 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മാർക്കാണ് ഇത്, കറണ്ട് അഫയേഴ്സിന് എത്രയാണ് 15 മാർക്കാണ്. ഓർക്കുക 15 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന് വരുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 13 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓർക്ക കറണ്ട് അഫയേഴ്സിന് എത്രയാണ് 15 മാർക്കും വരുന്നുണ്ട്. ഏകദേശം ഒരു 28 മാർക്കോളം നമുക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പോ നമ്മൾ ഓർക്കുക ആ 2 ഭാഗം തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് അവിടെ 28 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് അതിനെത്രയാണ് 10 മാർക്ക്. ജനറൽ ഇംഗ്ലീഷ് അതിനെത്രയാണ് 10 മാർക്ക്. നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് മലയാളം അതിന് 10 മാർക്ക്. അങ്ങനെ 30 മാർക്ക് ആ ഏരിയയിൽ. അപ്പൊ സിലബസ് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തന്നെ നമ്മൾ പഠിക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ആദ്യമേ പഠനം തുടങ്ങുക കേട്ടോ. അപ്പൊ ഓർക്കുക ഏതാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിനൊക്കെ, അതായത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഏതൊക്കെയാണ്, അതായത് നമുക്കറിയാം ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് ഒക്കെ ഏതാണ് നമ്മുടെ പ്രിലിമിനറി സിലബസുമായിട്ട് വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ലാത്ത സിലബസ് ആണ്. നമുക്കിതിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആക്ട്സ്, അതായത് എഡ്യൂക്കേഷൻ പോളിസി, ആക്ട്സ് ആൻഡ് കമ്മീഷൻസ് 13 മാർക്കാണെന്ന് പറഞ്ഞു. അത് യൂണിറ്റ് 1 എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ കമ്മീഷൻസ് ആൻഡ് ആക്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ കമ്മീഷൻസ് അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ആക്ട്സ് ഏതൊക്കെയാണ്, അതുപോലെ എഡ്യൂക്കേഷൻ കമ്മീഷൻസ്. അതിൽ തന്നെ പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ മേജർ റെക്കമെൻഡേഷൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ, ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, മേജർ റെക്കമെൻഡേഷൻസ് യൂണിവേഴ്സിറ്റീസ് ഗ്രാൻസ് കമ്മീഷൻ, അതുപോലെ UGC ആക്ട് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. UGC ആക്ട് ഇൻ 1956, അതുപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ, അതുപോലെ ഗ്രാന്റ് ഗീവിംഗ് ഏജൻസി ആൻഡ് ഡിറ്റർമിനേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓർ ദ കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ട ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ മേജർ റെക്കമെൻഡേഷൻസ്, അതുപോലെ റീഫോംസ്, നാഷണൽ നോളജ് കമ്മീഷൻ 2005, 2006 ആൻഡ് 2009 മേജർ റെക്കമെൻഡേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. അതും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഏരിയാസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. ഇതൊക്കെ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷനിൽ വരുന്ന ഏതൊക്കെയാണ്, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968, അതുപോലെ കീ ഹൈലൈറ്റ്സ് കവേഴ്സ് എലിമെന്ററി എഡ്യൂക്കേഷൻ ടു കോളേജസ് ഇൻ both rural and urban India, equivalent opportunity for all including women, ST and SC communities to study. The National Policy on Education 1986 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കീ ഹൈലൈറ്റ്സ്, അതുപോലെ കോമൺ മിനിമം പ്രോഗ്രാം, അതുപോലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, അതുപോലെ റിവൈസ്ഡ് പോളിസി ഫോർമുലേഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർക്കുക. അതുപോലെ റിപ്പോർട്ട് ഓഫ്
യശ്പാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ, മേജർ റെക്കമെൻഡേഷൻസ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, NEP ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ട ഏരിയകളാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന്റെ എല്ലാം തന്നെ പറഞ്ഞല്ലേ, അതായത് ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ഏജ് പറഞ്ഞു, പ്രൊമോഷൻ സാധ്യതകൾ പറഞ്ഞു, അതുപോലെ ഇതിന്റെ സാലറിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എക്സാം നമ്മൾ എപ്പോഴും പ്രിലിമിനറി, മെയിൻസ് എന്ന രീതിയിൽ തന്നെ കാണുക. അതുപോലെ തന്നെ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ പേപ്പറിലൊക്കെ വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ എക്സാമിനും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ചിട്ടയായിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണം. ഇതൊക്കെ നല്ലൊരു സുവർണ അവസരമാണ് അല്ലെ. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ സംബന്ധിച്ച് ഏറ്റവും സുവർണ അവസരമാണ് ഇത് ഇപ്പൊ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. SBCID വന്നിട്ടുണ്ട്, അതുപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, അങ്ങനെ നിരവധി എക്സാം നോട്ടിഫിക്കേഷനുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തതുണ്ട്. ഇനി വരാനിരിക്കുന്നവയുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാമറസ് ജോബാണ് ഇത്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ നമ്മൾ പഠിക്കണം ചിട്ടയായ രീതിയിൽ. കാരണം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ വരും. കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്നുള്ള കാര്യമൊക്കെ അറിയാം. അപ്പൊ ഇത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അപ്പൊ നല്ലൊരു മെന്റർഷിപ്പോടൊക്കെ കൂടി തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട്, ചിലരെ സംബന്ധിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, പക്ഷെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യം അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. ആദ്യമായിട്ട് എക്സാമുകൾ എഴുതുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ മിന്റില് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ക്ലാസ്സുകൾ ഡിസംബർ 1 മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, ചിട്ടയായ രീതിയിൽ, അതായത് SCERT ഫാക്ട്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം ഉപകാരപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ പഠിക്കാൻ നേരത്ത് പ്രിലിമിനറി ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് മാത്രം പഠിക്കാതെ പ്രിലിംസും മെയിൻസും ഒക്കെ ഉൾപ്പെടുത്തി, അതായത് മെയിൻസിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അപ്പോൾ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇത് രണ്ടും കൂടെ ഒരു ബാച്ചിൽ ലഭിക്കും എന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത. അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കോഴ്സ് പർച്ചേസ് ചെയ്യുക കേട്ടോ. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അപ്പോൾ ലേറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് പഠനം ആരംഭിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.